അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2026 നടന്ന സെറ്റ് എക്സാമിന്റെ PYQ അനാലിസിസിന്റെ പാർട്ട് 3 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 21ാമത്തെ ചോദ്യം. ദീവാൻ ഷഅർ ലി മഹ്മൂദ് ദർവേഷ് തമ്മ തർജിമതഹു ഇലൽ ലുഗത്തിൽ മലയാളമിയ. അപ്പം മലയാള ഭാഷയിലേക്ക് മഹ്മൂദ് ദർവേഷിന്റെ ഏത് ദീവാനാണ് വിവർത്തനം ചെയ്യപ്പെട്ടത് എന്നാണ് ചോദ്യം. അൽ അസാഫിർ തമൂത്ത് ഫിൽ ജലീൽ, അതേപോലെ ഔറാഖുൻ അസ്സൈത്തൂൻ, അസാഫീറുൻ ബില അജ്നിഹ, ആഖിറുൽ ലൈൽ. അപ്പൊ ഇവിടെ 4 ഓപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്താണ് ആൻസർ എന്ന് നോക്കി നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് പൗസ് ചെയ്യുക, എന്നിട്ട് ആൻസർ ചെയ്തു നോക്കുക. ഓക്കെ, എന്താണ് ആൻസർ? അൽ അസാഫീർ തമൂത്ത് ഫിൽ ജലീൽ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് മഹ്മൂദ് ദർവേഷിനെ പറ്റി നോക്കി നോക്കാം. മഹ്മൂദ് സലീം ദർവേഷ്, ഇദ്ദേഹം 1941 ബറുവയിലാണ് ഇദ്ദേഹം ജനിച്ചത്, ഫലസ്തീനിലാണ്. ഇനി 2008 ഹോസ്റ്റണിലാണ്, അമേരിക്കയിലാണ് ഇദ്ദേഹം എന്ത് ചെയ്ത് മരണപ്പെട്ടത്. അതേപോലെ ഷായറുൽ ഫലസ്തീൻ, ഷായറുൽ മുഖാവമ എന്നൊക്കെ ഇദ്ദേഹത്തിന് വിളിപ്പേരുണ്ട് എന്ന് കാണാം. ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മിനബ്രസു ശുഅറാ വൽ അർബി അൽ ഹദീസ്, അതേപോലെ തനാവുർ ഷിഅറുൽ വതൻ വൽ മൻഫ വൽ ഹുരിയയ്ക്ക് വേണ്ടിയൊക്കെ ഇദ്ദേഹം ഷിഅർ രചിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അമലുകളൊക്കെ ധാരാളം ഭാഷയിലേക്ക് തർജിമ ചെയ്തിട്ടുണ്ട്. അതേപോലെ മലയാളം വരെയുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിന് ഹസൽ അല ജായിസത്തു അമീറുൽ ക്ലാസ്, അതേപോലെ ജായിസത്തു ഉവൈസ് ഒക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ഇദ്ദേഹം അദബുൽ മുക്കാവമ അൽ ഫലസ്തീനയുടെ നേതാവാണ് എന്ന് കാണാം. ഇനി ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വർക്കുകളാണ് ഔറാഖു സൈത്തൂൻ, ആഷിഖുൻ മിൻ ഫലസ്തീൻ, അൽ അസാഫിർ തമൂത്ത് ഫിൽ ജലീൽ, ലിമാദ തറക്കൽ ഹിസാൻ വഹീദൻ, അൽ ജിദാരിയ, അസൽ ഫറാഷ ഒക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നിളാമുൽ ഖുർആൻ വ തഅവീലുൽ ഫുർഖാൻ ബിൽ ഫുർഖാൻ തഫ്സീറുൽ ഹിന്ദി ഷെയർ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അദബുൽ ഹിന്ദ് എന്നുള്ള മേഖലയിലേക്ക് ചോദ്യം വരുമ്പോൾ പലപ്പോഴും അവരുടെ ഗ്രന്ഥങ്ങളാണ് ചോദിക്കുന്നത്. അതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ ഈ പാറ്റേണുകൾ മനസ്സിലാക്കിയാൽ പലപ്പോഴും അത് സിമ്പിൾ ആയിരിക്കും. ഇനി ഓപ്ഷനിലേക്ക് നോക്കാം. അൻവർ ഷാ അൽ കശ്മീരി, ഷിബിലി എൻ നൊമാനി, അഷ്റഫ് അലി തഹാനവി, അബ്ദുൽ ഹമീദ് ഫറാഹി. ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോയി നോക്കാം. അബ്ദുൽ ഹമീദ് അൽ ഫറാഹി എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഇദ്ദേഹം നിളാമുൽ ഖുർആന്റെ വക്താവാണ് എന്ന് കാണാൻ സാധിക്കും. ഇനി ഇദ്ദേഹം ഇസ്മുൽ കാമിൽ അബ്ദുൽ ഹമീദ് അൽ ഫറാഹി, മീലദ് ആലം ഖുറ അൽ ഹിന്ദ് 1863, അതേപോലെ മരിച്ചത് 1930. ഇദ്ദേഹം റായിദു നദരിയത്തു നിളാമുൽ ഖുർആൻ. അപ്പൊ റായിദു നദരിയത്തു നിളാമുൽ ഖുർആൻ, നിളാമുൽ ഖുർആൻ എന്നുള്ള ഒരു തിയറിയുടെ റായിദാണ് ഇദ്ദേഹം. അപ്പൊ ഖുർആൻ ഇങ്ങനെ ഓരോ സൂറത്തും ഓരോ ആയത്തുകളും ഇങ്ങനെ യോജിപ്പിച്ച് ഇങ്ങനെ അതിന്റെ ഒരു സ്ട്രക്ചർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്, ഒരു സീരീസ് പോലെ പോകുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. ഓക്കെ, ഇദ്ദേഹം ആലിമുൽ ഹിന്ദിയാണ്. അതേപോലെ അസസ്നലിയത്തു വഹ്ദത്തു നദമുൽ ഖുർആൻ എന്നുള്ളതാണ്. അതേപോലെ തഫ്സീറുൽ ഖുർആൻ ബിൽ ഖുർആൻ, ഇദ്ദേഹം തഫ്സീർ ബിൽ ഖുർആൻ ബിൽ ഖുർആൻ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഖുർആന്റെ തഫ്സീർ രചിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇദ്ദേഹം മദ്രസത്തു ഇസ്ലാഹുൽ ഇസ്ലാമി എന്നുള്ള മദ്രസ സ്ഥാപിച്ചതായിട്ട് കാണാം. അതേപോലെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് നിളാമുൽ ഖുർആൻ, വീരുൽ ഫുർഖാൻ ബിൽ ഫുർഖാൻ, ദലായിലുൽ നിളാം, മുഫ്രദാത്തുൽ ഖുർആൻ എന്നൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. ഇനി 23ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫി സബീലി താജ് ലി മുസ്തഫ ലുത്ഫി അൽ മൻഫുലൂത്തി തർജിമത്തുൽ കാത്തിബ് അൽ ഫറൻസി. അപ്പോ സബീലി താജ് എന്നുള്ളത് ആരുടെയാണ്? മുസ്തഫ ലുത്ഫി അൽ മൻഫുലൂത്തിയുടെയാണ്. എന്നാൽ ഇത് ഫ്രഞ്ച് എഴുത്തുകാരന്റെ രചന എന്ത് ചെയ്താണ്, തർജിമ ചെയ്യപ്പെട്ടതാണ് എന്ന്
നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നോക്കി നോക്കാം ആരുടെയൊക്കെയാണ്. ദീസാൻ ബീറിന്റെ ഉണ്ട്, അതേപോലെ ഫ്രാൻസ് കോബെ ഉണ്ട്, അതേപോലെ അഡ്മണ്ട് റോസ്റ്റർ ഉണ്ട്, അതേപോലെ അൽഫോൻസ് കാർ ഉണ്ട്. അപ്പൊ ഈ 4 പേരാണ് ഇവിടെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്ത് നോക്കാം. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓക്കെ, അജ്മന്ത് റോസ്റ്റൻ എന്നുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് ഫി സബീലി താജ് എന്നുള്ള പേരിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത്. ഇനി നോക്കി നോക്കാം, മുസ്തഫ ലത്തീഫുൽ അൻഫലൂത്തിയെ പറ്റി നോക്കാം. മീലാദ് 1876, ഇദ്ദേഹം 1876 ജനിച്ചത്. അസ്യൂത്ത് മിസ്റിലാണ്. അതിൽ വഫാത്ത് 1924 കാഹിറിലാണ് ഇദ്ദേഹം മരിച്ചത്. ഇദ്ദേഹം ആദ്യം അൻഫലൂത്ത് എന്ത് ചെയ്തു, കാഹിറിലേക്ക് മാറി. പിന്നെ അവിടുന്ന് ദഹല അസ്ഹർ. അപ്പൊ അവിടുന്ന് 10 വർഷത്തോളം കാലം എന്ത് ചെയ്തു, അദ്ദേഹം അവിടെ ഇൽമും അതേപോലെ ഭാഷയൊക്കെ പഠിച്ചു. അങ്ങനെ ഇദ്ദേഹത്തെ പറ്റി പറയണം. കനസ്ലുബുൽ മൻഫലൂദ് ഫി അസ്രി കൗസുബ് ഇബ്നു ഖൽദൂൻ ഫി അസ്രിഹി എന്നാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. അബുൽ മസാക്കിൻ വൽ ബാഇസിൻ എന്ന് ഇദ്ദേഹത്തെ പറ്റി അത് പറഞ്ഞു. ഇനി ഇദ്ദേഹത്തിന്റെ മക്കാല മുഅയ്യദിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. വഫി ആഖിർ ഹയാത്തി അസ്നദ ലി വളിഫത്തു കതാബിയ ഫി മജ്ലിസ് നുവാബ് ലബിസ ഫിഹാ ഇലാ അൻ തുവഫി എന്നുള്ളത് കാണാം. അപ്പൊ ഇദ്ദേഹം അവസാന കാലം ഘട്ടം വരെ സാഹിത്യത്തിലും അതേപോലെ അറബി ഭാഷയ്ക്ക് വേണ്ടിയും വളരെ മികച്ച സേവനങ്ങൾ അനുഷ്ഠിച്ചു എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതാന്ന് നോക്കി നോക്കാം. നെദറാത്ത് എന്നുള്ളത് 3 അജിസ, അപ്പൊ 3 ജിസുകളാണ് ഇദ്ദേഹത്തിന്റെ നെദറാത്ത് എന്നുള്ള ഗ്രന്ഥം രചിച്ചത്. ഇനി അൽ ഇബറാത്ത്, ഇതെന്താണ്, കഥകളുടെ ഒരു കൂട്ടമാണ്. ഓക്കെ, നെദറാത്ത് എന്നുള്ളത് മുഅയ്യദ് എന്നുള്ള ജരീദയിലാണ് പബ്ലിഷ് ചെയ്തത്. ഇനി ഫി സബീലി താജ് ആരുടെയാണ്, ഇദ്മന്ത് റോസ്റ്റന്റെ ആണ്. അതേപോലെ ഷായർ അതേപോലെ റോസ്റ്റന്റെ തന്നെയാണ്. ഇനി മാജിലൈൻ തഹ്ത ളിലാലു ജെയ്സഫൂൻ എന്നുള്ളത് അൽഫോൻസ് കാറിന്റെ ആണ്. അൽ ഫലീല ഫ്രാൻസോ കൂബി എന്നുള്ളത് കാണാൻ സാധിക്കും. ഇനി അബ്ദുള്ള അൽ ബർദൂനി ഷായറുൻ. അപ്പൊ അബ്ദുള്ള അൽ ബർമൂദി എന്താണ്, ഷായറുൻ ഏതാണെന്നാണ് ചോദ്യം. ഷായറുൻ സൗദി ആണോ, കുവൈറ്റി ആണോ, ഇമാറാത്തി ആണോ, അതോ യമനി ആണോ എന്നാണ് ചോദ്യം. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അബ്ദുള്ള അൽ ബർദൂനി ഏത് രാജ്യക്കാരനായിട്ടുള്ള കവിയാണെന്നാണ് ചോദ്യം. ആൻസർ നോക്കാം, യമനിയാണ് അല്ലെ. ഇദ്ദേഹം എന്താണ്, യമനി ആയിട്ടുള്ള കവിയാണ്. ഇനി ഇദ്ദേഹത്തെ പറ്റി നോക്കുകയാണെങ്കിൽ അബ്ദുള്ള അൽ ബർദൂനി സമ്മാർ അൽ യമനിലെ സമ്മാറിലാണ് ഇദ്ദേഹം ജനിച്ചത് 1929. സൊനായില് 1999 ഇദ്ദേഹം മരിച്ചത്. അതേപോലെ ഷായറുൽ യമൻ, അതേപോലെ മാരി അൽ യമൻ, റായുൽ മുബശ്ശർ എന്നൊക്കെ ഇദ്ദേഹത്തിന് പേരുള്ളതായിട്ട് കാണാം. ചെറിയ പ്രായത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഇദ്ദേഹം ഖലായൽ വത്നിയ സിയാസയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ റേഡിയോയിലും പത്രങ്ങളിലൊക്കെ ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കാണാം. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കാണ് മിനർദു ബൽഖീസ്, മദീനത്തുൽ ഖദ്, അസ്സഫറു ഇലൽ അയ്യാം, റജഅത്തുൽ ഹക്കീം ബിൻ സിയാദ് എന്നുള്ളതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. ഇനി 25ാമത്തെ ചോദ്യം, സഖർ ഖുറൈശ് ലി മഹ്മൂദ് തൈമൂർ. അപ്പൊ സഖർ ഖുറൈശ് ലി മഹ്മൂദ് തൈമൂർ, അപ്പൊ സഖർ ഖുറൈശ് എന്നുള്ളത് ആരുടെയാണ്, മഹ്മൂദ് തൈമൂറിന്റെ ആണ്. അപ്പൊ ഇത് ഏത് മേഖലയിൽ രചിച്ചത് എന്നാണ് ചോദ്യം. മജ്മുഅത്ത് മഖാലാത്താണോ, റിവായത്താണോ, മസ്റഹിയാണോ, ഖിസ്സ അൽ ഖസീർ ആണോ എന്നൊക്കെയാണ് ചോദ്യം. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇത് റിവായയാണ്. ഓക്കെ, അപ്പോ മഹ്മൂദ് തൈമൂർ ആരായിരുന്നു? അദ്ദേഹം 1894 മിസ്റിൽ കാഹിറയിലാണ് ജനിക്കുന്നത്. 1973 ഇദ്ദേഹം കാഹിറ വെച്ച് തന്നെ മരിക്കുന്നത്. റായിദു ഖിസ്സ അൽ ഖസീറ അൽ അറബിയ. അപ്പൊ റായിദു ഖിസ്സ അൽ ഖസീറ അൽ അറബിയയിലെ അപ്പൊ ഖിസ്സ അൽ ഖസീറയുടെ റായിദാണ് ആര്? നമ്മുടെ മഹ്മൂദ് തൈമൂർ എന്ന് കാണാൻ സാധിക്കും. എന്തമി ഇല ഉസ്രു തൈമൂറിൽ അറബി. അപ്പൊ തൈമൂർ കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അതേപോലെ ഫ്രാൻസും അതേപോലെ റഷ്യൻ സാഹിത്യമൊക്കെ ഇദ്ദേഹത്തിന് വല്ലാണ്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. റിവായ, മസ്റഹിയ, ഖിസ്സ ഖസീറ. ഇനി മജ്മഅ ലുഗാബിൽ കാഹിറ, കാഹിറയിലെ മജ്മഅ ലുഗത്തുൽ അറബിയയിലെ അംഗം കൂടിയായിരുന്നു.
അതേപോലെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ സഖർ ഖുറൈഷ്, അഷേഖ് ജംഅ, ഇതാണ് ആദ്യത്തെ ഏത് കഥകൾ. ഇനി നിദാൽ മജ്ഹൂൽ, ക്ലിയോപാത്ര, ഫി ഖാനുൽ ഖലീലി, അതേപോലെ അബുഷവാരിബ്, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അയ്യാർ ഷിഅർ മിൻ ഉമ്മഹാത്തുൽ കുതുബ് ഫി നഖദിൽ അദബി സാഹിബഹു. അയ്യാർ ഷിഅർ എന്നുള്ളത് എന്താണ്? നഖദിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ്. അപ്പൊ നോക്കി നോക്കാം. അബു ഹിലാൽ അൽ അസ്കരി, അതേപോലെ ഇബ്നു തബാതബ അൽ അലവി, അതേപോലെ ഇബ്നു റഷീഖ് അൽ കൈർവാനി, ഇബ്നു മുഅത്തസ് എന്നുള്ളതാണ് ഇവിടെ ഓപ്ഷന് കൊടുത്തേക്കുന്നത്. എന്നാൽ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ഇത് കുറച്ച് ടഫുള്ള ചോദ്യമാണ്. പൊതുവെ ആരും ഇങ്ങനെ കണ്ടുവരാറില്ലാത്ത ചോദ്യമാണ്. നോക്കി നോക്കാം ആൻസർ. ഇബ്നു തബാതബ അൽ അലവി എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. നോക്കിയേക്കാം. മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ തബാതബ അൽ അലവി, ഇദ്ദേഹം ഖർന് സാലിസ് അൽ ഹിജ്റിയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അതേപോലെ ഇദ്ദേഹം എന്ത് ചെയ്യാം, അതേപോലെ ഹിജ്റ 322 തന്നെ മരിച്ചു എന്നൊക്കെ കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട നാക്കദീങ്ങളിൽ പെട്ട ആളാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അയ്യാൻ ഷിഅർ എന്നുള്ളത്. അപ്പൊ ഖുദ്ദാം ബിൻ ജാഫർ അഥവാ ഇബ്നു റഷീഖ് അവരുമായിട്ട് നല്ല സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ്, ഒരു നാക്കിദ് കൂടിയാണ് ഇദ്ദേഹം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് എന്ത്? ഇയാറു ഷിഅർ എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 27ാമത്തെ ചോദ്യം. അൽ മൂജസു ഫി ഇൽമിൽ ഇഖ്തിസാദ് തർജിമത്തു ഹാഫിൽ ഇബ്രാഹിം ബി തആവുനി മാ. അപ്പൊ ഹാഫിൽ ഇബ്രാഹിം മറ്റൊരു എഴുത്തുകാരനും കൂടി രചിച്ചതാണ് എന്ത്? അൽ മൂജസു ഫി ഇൽമിൽ ഇഖ്തിസാദ് എന്നുള്ളത്. ആരൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഹാഫിൽ ഇബ്രാഹിം വ അഹ്മദ് ഷൗക്കി, ഹാഫിൽ ഇബ്രാഹിം വ ഇസ്മായിൽ സുബരി, ഹാഫിൽ ഇബ്രാഹിം വ മുഹമ്മദ് മഹദി, ഹാഫിൽ ഇബ്രാഹിം വ ഖലീൽ മിത്രാനാണ് ഇവിടുത്തെ ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആൻസർ ഏതാന്ന് നോക്കി നോക്കാം. ഖലീൽ മിത്രാനാണ്. ഇപ്പൊ ഇതേപോലുള്ള നമുക്ക് ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ടുള്ള ഇങ്ങനെ ഒരേപോലെ വരുന്നത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ ഹാഫിൽ ഇബ്രാഹിം വഴി നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം 1872 ജനിച്ചത്. അതേപോലെ 1932 കാഹിര വെച്ച് തന്നെ മരണപ്പെട്ടു. ഷായർ നെയില്, ഷാറു ഷാബ് എന്നൊക്കെ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇദ്ദേഹം അതേപോലെ മദ്രസത്തുൽ ബഹ്സ് വൽ ഇഹ്യാന്റെ നേതാവ് കൂടിയായിരുന്നു. അതേപോലെ ഷാറക്ക ഖലീൽ മിത്രാൻ ഫി തർജിമത്തുൽ മൂജിസ് ഫി ഇൽമിൽ ഇഖ്തിസാദ്. അതേപോലെ ഇതിന് പ്രധാനപ്പെട്ട വർക്കുകളാണ് അദ്ദീവാൻ, അൽ ബുഅസ, ലയാലി സ്വത്തിഹക്ക് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് കാണാൻ സാധിക്കും. ഇനി യാ അസീസി കുല്ലുന ലുസൂസുൻ ലൻ നഈശ ഫി ജിൽബാബി അബി മിൻ റിവായാത്ത്. അപ്പൊ യാ അസീസി കുല്ലുന ലുസൂസും അതേപോലെ ലൻ നഈശ ഫി ജിൽബാബി അബി എന്നുള്ളതും ആരുടെ റിവായത്ത് എന്നാണ് ചോദ്യം. ഇത് രണ്ടും റിവായത്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ ആരുടെയാണെന്നാണ് ചോദ്യം. യഹ്യ ഹക്കി, ഹൈദർ, ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ്, അതേപോലെ മഹ്മൂദ് ത്വാഹിർ ലാഷി. അപ്പൊ ഈ 4 ഓപ്ഷൻ ആണുള്ളത്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കി നോക്കാം. എല്ലാവരും അറിയാവുന്നവരൊന്ന് ചെയ്തു നോക്കുക. കമന്റിൽ എന്ത് ചെയ്യുക, എത്രണ്ണം നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് കിട്ടിയെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാം. ഇനി ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇദ്ദേഹത്തെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ 1919 ജനിച്ച് 1990 ഇദ്ദേഹം മരിക്കുന്നത്. റായിദ് റിവായത്തിൽ ഇജ്മാഇ. അപ്പൊ റായിദ് റിവായുടെ ഒരു നേതാവ് കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ പല നോവലുകളും കഥകളും പല സിനിമകളിലേക്ക് വരെ മാറ്റിയിട്ടുണ്ട് എന്ന് കാണാം. ഇദ്ദേഹം സോഫിൻ റിവായിയുൻ നിശ്രീൻ ബാരിസ് ആണ്. അതേപോലെ മാലിം റിവായത്തിൽ അഫ്ലാം മുസൽസലാത്ത്, സീരീസിലേക്കും സിനിമയിലേക്കൊക്കെ ഇദ്ദേഹത്തിന്റെ റിവായത്തിൽ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ ഉമ്മയുടെ മജല്ലയായിരുന്നു റൂസ് യൂസുഫ്. അതിന്റെ റഈസുൽ തഹ്രീർ വരെ ഇദ്ദേഹം ആയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ലാ അനാം ഫി ബൈത്തുന റജുലുൻ ലൻ നഈശ ഫി ജൽബാബി അബി, അതേപോലെ യാ അസീസി കുല്ലുന ലസൂസുൻ എന്നുള്ളത്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ. قال الصاحب بن عباس عن هذا الكتاب هذه بضاعتنا ردت إلينا. അപ്പൊ അഹമ്മ മസാദിർ വൽ മറാജി എന്നുള്ള ഏരിയയിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഒരു ചോദ്യം വന്നിരിക്കുന്നത്.
സാഹിബിന് അബ്ബാദ് പറഞ്ഞതാണ് ഹാദിഹി ബിദാഅത്തുന റുദ്ദത്തിലീന എന്നുള്ളത്. ഇപ്പൊ കിതാബുൽ അഗാനിയാണോ അതേപോലെ ഹയ്യിബിന് യക്കുലാൻ ആണോ അൽ അഖ്ദുൽ ഫരീദ് ആണോ മുഖദ്ദിമ ഇബ്നു ഖൽദൂൻ ആണോ എന്ന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ആൻസർ എന്താണ്? അൽ അഖ്ദുൽ ഫരീദ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ആരാണ് അഖ്ദുൽ ഫരീദ് രചിച്ചത്? അഹ്മദ് ബിൻ അബ്ദുർ റബ്ബ അൽ അന്ദുലസി. അപ്പൊ ഇദ്ദേഹമാണ് ഈ ഗ്രന്ഥം രചിച്ചത്. ഇബ്നു അബ്ദുർ റബ്ബയാണ് ഈ ഗ്രന്ഥം രചിച്ചത്. കുർത്തുബിലാണ് ഇദ്ദേഹം ജനിച്ചത്. അതേപോലെ കുർത്തുബെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? മരിച്ചു. 860 ജനിച്ച് 940 എന്ത് ചെയ്തു? ഇദ്ദേഹം മരിച്ചു. ഇദ്ദേഹം പ്രധാനപ്പെട്ട ഷാഇറും അതേപോലെ എഴുത്തുകാരനുമായിരുന്നു. അപ്പം ഇതിനകത്ത് ജമാഫിൽ അഖ്ദുൽ ഫരീദ് അൽ അദബ് താരീഖ് ലംസാൽ ഖത്തബ് ഷെയറൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അതിനകത്ത് ക്രോഡീകരിച്ചിട്ടുണ്ട് എന്ന് കാണാം. അതേപോലെ സാഹിബ് ബിൻ അബ്ബാദ് പറഞ്ഞു ഹാദിഹി ബിദഅത്തുന റുദ്ദത്തിലൈന. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഒരാൾ ഗ്രന്ഥം രചിച്ചു എന്ന് കേട്ടപ്പോഴും ഇദ്ദേഹം എന്ത് വിചാരിച്ചു? എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കും, അവർ ഉന്തുലുസിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും രചിച്ചിട്ടുള്ളത് എന്നായിരുന്നു ഇദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷേ ഇദ്ദേഹം വായിച്ചു നോക്കിയപ്പോൾ ഇദ്ദേഹം ഉന്തുലുസിനെ പറ്റി ഒന്നും തന്നെ രചിച്ചിട്ടില്ല. മൊത്തം എന്തായിരുന്നു? അറബി ഷർഖിയായിട്ടുള്ള ഒരു രൂപത്തിലായിരുന്നു ഇദ്ദേഹം രചിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാണ്? ആവശ്യമില്ല എന്നുള്ളൊരു രീതിയിൽ എന്ത് ചെയ്തു? ഇദ്ദേഹം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഇദ്ദേഹത്തിന്റെ അഖ്ദുൽ ഫരീദിൽ എന്താണ് ചെയ്തത്? ഇദ്ദേഹത്തിന്റെ ബാബുകളിലൊക്കെ ജവാഹിർ രത്നക്കല്ലുകളുടെ പേരാണ് ഇട്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി 30ാമത്തെ ചോദ്യം അലാ ഹാമിഷി തഫാസിർ. അപ്പൊ അലാ ഹാമിഷി തഫാസിർ തഫ്സീർ അല്ലഫു ആലിമുൻ മലബാരി. അപ്പൊ മലയാളിയായിട്ടുള്ള ആലിമാണ് എന്ത് രചിച്ചത്? അലാ ഹാമിഷി തഫാസിർ എന്നുള്ള ഗ്രന്ഥം രചിച്ചത്. ആരാണ് നമുക്ക് നോക്കി നോക്കാം. ഹംസ ബിൻ അബ്ദുള്ള അൽ മലബാരി, സയ്യിദ് ഇസ്മായിൽ ശിഹാബുദ്ദീൻ, മുഹീദ്ദീൻ ആലുവായി, അതേപോലെ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഐദ്രൂസ്. അപ്പൊ ഇത്ര 4 പേരാണ് ഓപ്ഷൻ ആയിട്ടുള്ളത്. നമുക്ക് അറിയാവുന്ന തോന്നുന്നു. ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് പോയി നോക്കാം. ഹംസ അബ്ദുള്ള അൽ മലബാരി. അപ്പൊ ഹംസ അബ്ദുള്ള അൽ മലബാരി എന്ത് ചെയ്തത്? ഈ ഗ്രന്ഥം രചിച്ചത് എന്ന് കാണാം. ഇനി അദ്ദേഹത്തെ പറ്റി നോക്കുകയാണെങ്കിൽ ഹംസ അബ്ദുൽ അൽ മലബാരി കേരളയിൽ 1968 ജനിച്ചത്. അതേപോലെ ഇദ്ദേഹം ആലിമുൻ ഹിന്ദിയിൽ മുആസിറഫി ദിറാസാത്തിൽ ഇസ്ലാമിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇദ്ദേഹത്തെ പറ്റി നോക്കുകയാണെങ്കിൽ മുതഖസ്സിസുൻ ഫി ഉലൂമിൽ ഖുർആൻ വ ഉസൂൽ തഫ്സീർ. അപ്പൊ ഇദ്ദേഹം ഉലൂമുൽ ഖുർആനിലെ ഉസൂൽ തഫ്സീലൊക്കെ വളരെ പ്രാവീണ്യം നേടിയ ആളാണ്. ഇപ്പൊ ജാമിഅത്തുൽ ഇസ്ലാമിയിൽ ഇദ്ദേഹം ഇൽമു നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ദീനി മേഖലകളിൽ തന്നെ ഉന്നതനായിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇനി ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വർക്കുകൾ അൽ ഹാമിഷി തഫാസിർ, ദിറാസാത്ത് ഫി ഉലൂമിൽ ഖുർആൻ, ബുഹൂസ് ഫി ഉസൂൽ തഫ്സീർ ഒക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടത്. ഓക്കെ, 30 ചോദ്യം നമ്മൾ ഈ ഒരു മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഈ സെറ്റ് എക്സാമിന് 2026 നിന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം ശുക്രാൻ, ജസാക്കുമുല്ലാഹ് ഖൈറൻ.